സിനിമയ്ക്ക് നെഗറ്റീവ് അടിക്കണമാരോടെന്താണ് പറയുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ. അവർക്ക് നെഗറ്റീവ് എന്നറിയാമോ? ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ജോർജ് കുട്ടി എന്ന കഥാപാത്രം ഏതറ്റം വരെയും പോകും. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഏതറ്റം വരെയും, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ മകളെയോ എൻ്റെ കുടുംബത്തിനെ തൊടാൻ നിങ്ങളെ അനുവദിക്കില്ല എന്ന് പറയുന്ന ഇമോഷണൽ ഡ്രാമ വർക്കൗട്ട് ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു. ആ ഇമോഷണൽ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം ഒരു പക്ഷേ നെഗറ്റീവ് പറയുന്ന ഒരു പക്ഷേ ഒരു അച്ഛനായിരിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരിക്കത്തില്ല. കാരണം മലയാള സിനിമയിൽ ജോർജ് കുട്ടി എന്ന കഥാപാത്രം ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് ഏതറ്റം വരെയും പോകുമെന്ന ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്നിവിടെ അവസാനിച്ചിട്ടില്ല. ആ കനൽ ഇനിയും ബാലൻസ് വെച്ചിട്ടാണ് പോകുന്നത്. ദൃശ്യം 4 ഒരു സൂചന. ലാലേട്ടൻ്റെ പിറന്നാൾ ദിവസത്തിൽ തന്നെ ഇത്തരത്തിലൊരു പീക്ക് സിനിമ ഇറക്കിയാൽ യാതൊരു സംശയവുമില്ല, പടം ഇറങ്ങുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കോടികളുടെ പ്രവാഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം എന്താണ് പോകുന്നത്. മലയാള സിനിമ 2 കൈ നീട്ടി സ്വീകരിക്കും പ്രേക്ഷകരെ, നിങ്ങൾ യാതൊരു സംശയവുമില്ല. പീക്ക് സിനിമ ലാലേട്ട, ഹാപ്പി ബർത്ത്ഡേ, കിടിലൻ സിനിമ. ആന്റണി പെരുമ്പാവൂർ ചേട്ടനും ഒപ്പം ജിത്തു ജോസഫ് ചേട്ടനും ആശീർവാദ് ശ്രീനിവാസനും ആദ്യമായ നന്ദി. കിടിലൻ സിനിമ, സൂപ്പർ സിനിമ. ലാലേട്ട മലയാള സിനിമയിലെ അഭിനയകലയുടെ തമ്പുരാൻ, ശബ്ദം കൊണ്ടും ഭാവം കൊണ്ടും ചലനം കൊണ്ടും മലയാള സിനിമയെ പിടിച്ചു നിർത്തുന്ന താരസൂര്യൻ ലാലേട്ടന്, അഭിനയകലയുടെ കുലപതിക്ക് എല്ലാവിധ ഭാവുകങ്ങളും. പ്രായത്തിൻ്റെ ഈ പുതിയ ഇതളിന് അഭിനന്ദനങ്ങൾ. പ്രായം തളരാത്ത പോരാളി. മലയാളികളുടെ സകല റെക്കോർഡും ആ ചരിഞ്ഞ തോളിൽ ഇനിയും കൊണ്ടുപോവുകയാണ്. നാളെ ആ ചരിഞ്ഞ തോളിലൂടെ ഇനിയും എത്രത്തോളം റെക്കോർഡുകൾ ബാലൻസ് ഉണ്ട്. ഒരു റെക്കോർഡും തകർക്കാനില്ല. ആരും ഇതുവരെ വന്ന് മുട്ടിയിട്ടില്ല. ഇനി മുട്ടാൻ നോക്കണ്ട. വർഷങ്ങളായി, 10-40 വർഷമായി. ഇനി ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും ലാലേട്ടൻ. ഈ പ്രായത്തിലും ഈ ലാലേട്ടൻ ഈ തൂക്കുമെങ്കിൽ ബാക്കിയുള്ളവരുടെ കഥ ഒന്നും പറയാനില്ല. മകളെ എല്ലാ റെക്കോർഡും അണ്ണൻ്റെ കയ്യിലാണ്. അണ്ണൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. മറ്റാരെയും ഇകഴ്ത്തി പറയുന്നതല്ല. എല്ലാവരും നല്ല നടൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് വെല്ലാൻ ഒരു നവരസനങ്ങൾ, എല്ലാ കാര്യങ്ങളും കൊണ്ട് മലയാള സിനിമയിലെ എൻറ്റയർ ഏരിയ, അത് ഈ പ്രായത്തിലെ ഡാൻസ് കൊണ്ടാണെങ്കിൽ പോലും അദ്ദേഹം എടുക്കുന്ന ഒരു 2 സ്റ്റെപ്പ് ഏതെങ്കിലും ഒരു സിനിമയിൽ എടുത്താൽ ആ സ്റ്റെപ്പിന് വേണ്ടി മാത്രം വീണ്ടും 10 വട്ടം വന്ന് കാണും. അത്രത്തോളം പീക്കാണ് ലാലേട്ടൻ എല്ലാവിധ ഭാവുകങ്ങളും. ഒരു സംശയമില്ല, പടം തൂക്കിയിട്ടുണ്ട്. കിടിലൻ സിനിമ. ആ ഒരു സംഭവങ്ങളുണ്ട്. അപ്പം പുള്ളിക്ക് ചിലപ്പം ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് മീൻസ് നമ്മുടെ ഒരു മെയിൻ പ്ലോട്ടിലേക്കല്ല വരുന്നത്, വേറെ പല കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത നമ്മൾ അതൊക്കെ ഒരു റീവിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു പോയിന്റ് ഓഫ് വ്യൂ നിന്ന് കാണിക്കുക. പിന്നെ കുറേ സർപ്രൈസിങ് എലിമെൻറ്റ്സ് തീർച്ചയായിട്ടും ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു ഇമോഷണൽ സൈഡിന് പ്രാധാന്യം കൊടുത്ത ഒരു സിനിമയാണ്. അദ്ദേഹത്തിന് തന്നെ ചില സീനുകളൊക്കെ അദ്ദേഹം ഒരു ഡയലോഗ് പോലും പറയാതെ ഒരു ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്യുന്നുണ്ട്. അതെല്ലാം അദ്ദേഹം, നമുക്കറിയാമല്ലോ മോഹൻലാൽ പുള്ളി ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും, ഈ ഒരു മെയിൻ പ്ലോട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് കുറേ കാര്യങ്ങൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യണം. അതായത് പെട്ടെന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കും. വ്യത്യസ്ത ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നടന്ന സംഭവം തന്നെ വീണ്ടും കാണിക്കും, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കും, വേറൊരു പിന്നെ ഒരു ആക്ച്വൽ ഇത് കാണിക്കും. അപ്പം ആ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കണക്റ്റ് ആവാൻ പറ്റാതെ പോകും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കാണുക. പിന്നെ ഓവറോൾ വീണ്ടും ഇതൊരു ഇമോഷണൽ സൈഡിന് ഇത് കൊടുക്കുന്നതാണ്. അപ്പം ദൃശ്യം 1-2 പോലെയല്ല. അപ്പം ആ ഒരു രീതിയിൽ, ആ ഒരു ഇതിൽ മാത്രം കണ്ടാൽ മതിയായിരിക്കും.